ഇപ്പൊ കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും കാണാൻ പറ്റും? നമുക്ക് സംസാരിക്കേണ്ടി വരാനായിരുന്നു അങ്ങോട്ട്. കല്യാണത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഞാനാണ് നിർത്തി ഏൽപ്പിച്ചത്. ആ കെട്ടിച്ചേരാ, അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് എല്ലാരും ഇട്ട് വാ. കണ്ണു കാണത്തില്ലേ? സോറി ബ്രോ, സോറി. ഇതാരാ ഇത്? പിത്തൽജിയാണോ? അല്ലല്ല, ആയിക്കോട്ടെ. താങ്കൾക്ക് കണ്ണില്ലേ? ക്ഷമിക്കാൻ, അസ്ഥി കൂടെ നമ്മള് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അറിയാണ്ട് വണ്ടി കൈതട്ടി ഇങ്ങനെ. താങ്കൾ ഇൻവിസിബിൾ ആയിരുന്നു ഞാൻ ആദ്യം നോക്കിയപ്പോ. കണ്ടില്ലായിരുന്നേ? പ്രേതത്തിന് ഇതല്ലേ ഇൻവിസിബിൾ ആയിരിക്കില്ലേ ഈ ഇതൊക്കെ? ഓ എനിക്ക് ഈ പമ്പിലെ U2FAR പമ്പ് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക സൈഡിൽ. ഇതെന്താ ചെയ്യണ്ടേ? തിരിച്ചു പോയി ഒന്നും കൂടെ അതെടുത്ത് തിരിച്ചു വെച്ചാൽ മതി. ഇത് പൊട്ടിച്ചോണ്ടെങ്കിൽ പോന്നോ? ഇപ്പൊ ശരിയാക്കാം. ഇപ്പൊ ശരി. വെള്ളം അവിടെ ഉണ്ടോ? എടാ കിച്ചലുണ്ട്. എടാ എക്സ് പമ്പിൽ വരുവോ? കടലിലോട്ടാ നോക്കടാ. ഞാൻ കണ്ടു, നമ്മള് നേരത്തെ പാസ് ചെയ്ത് പോയായിരുന്നു. അപ്പുറത്ത് ഇവിടെ താഴെ. ഇനി പൈപ്പ് എടുത്തിട്ട് വെക്ക്. റീഫിയൽ വെഹിക്കിള് എനിക്ക് തോന്നാണോ സ്പീഡില്ല? എടാ ഇത് റീഫിൽ ചെയ്യണോ? ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വണ്ടി കുറച്ച് എല്ലാരും പിടിച്ചിരുന്ന ഒരു കാര്യം ചെയ്യാൻ തരുമോ? അതവിടെ ഇരിക്കട്ടെ. ചന്ദ്രി ഉമ്മാര് വേറെ ഏതോ പമ്പിന്റെ ഇതിനടിയിലാണ്. നീയൊക്കെ ഏത് കാലിന്റെ ഇടയ്ക്കാണെന്നൊന്ന് പറയും. എവിടെ ഒന്നിട്ട് പറക്ക്. ഞാനേ വെള്ളത്തിൽ പോയതാരാണ്? ഞാന് തീരായിരുന്നില്ല അത്. എല്ലാരും ഇത് മിക്കവാറും ടർബയിലടിച്ചാവും. എടാ ഈ 2FAR പമ്പ് അതല്ലേ? മോളെ നീ കണ്ടായിരുന്നോ? ഹലോ, ജുഗ്രുവിന്റെ ഗേൾഫ്രണ്ട് അല്ലേ ഇത്? ഞങ്ങളെന്നങ്ങോട്ട് നേരെ കയറി പോയി താത്തോട്ട് ഇറങ്ങാൻ ചെയ്യാം. അഡ്മിനെ ഹലോ. എടാ ഞാൻ പോയടാ. കേറുവാ. വണ്ടി നിർത്ത്.
അഡ്മിൻ ഒന്ന് വരുമോ എന്റെ അടുത്തോട്ടൊന്ന്? അഡ്മിനെ ആ ഫ്യൂലിന്റെ ഇപ്പം മാറി. ആ ഓക്കെ താങ്ക് യു. മാറി അല്ലെങ്കിൽ അവിടെ തെറിച്ചങ്ങ് പോവും. എടാ നമ്മളിതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ആരുടെ ജുഗുറുണ്ടോ അതിന്? ജുഗുറുണ്ടോ ഇവിടെ? അല്ല ജുഗ്രുവിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാ നമ്മൾ വരുന്നുണ്ടെന്ന്. ജുഗ്രുവിന്റെ കൊച്ചിന്റെ അല്ല ഒന്ന് എവിടെയുണ്ട്? നമ്മളറിയാതെ വേറെ റൂം എടുത്ത് താമസിക്കണേ. ജുഗ്രു പുറത്തിറങ്ങിയോടാ, അകത്തിരിക്കാതെ കള്ള നൈസായിട്ട് അകത്തങ്ങ് റൂമൊക്കെ എടുത്തിരിക്കും അങ്ങ്. ഇതാരിത്? എവിടാ റൂം എടുത്ത് ഒളിച്ചിരിക്കുന്ന ടീം എന്തിയെ? ആ റൂം എടുത്ത് അതാണ് പറഞ്ഞ എന്തോന്ന് ഇവിടെ ചന്ദ്ര കരച്ചിലാണ് കരയാണ്. ഇന്നലെ എനിക്ക് എന്തെല്ലോ ഒരു ഉറപ്പുകളൊക്കെ തന്നായിരുന്നു, ഓർമ്മയുണ്ട്? ആ ഉറപ്പുണ്ട്. അത് നമ്മൾ നിറവേറ്റി തരുമല്ലോ കുട്ടി. കുട്ടിയുടെ വീട്ടുകാരുടെ നമ്പറും തരാമോ സംസാരിക്കാൻ വേണ്ടിട്ട്? വീട്ടിലാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ കഴിഞ്ഞ വീട്ടിലാരെങ്കിലും കാണാൻ പറ്റും? നമുക്ക് സംസാരിക്കേണ്ടി വരാനായിരുന്നു അങ്ങോട്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ ചന്ദ്ര ഡാൻസ് കളിക്കുന്നു? നമ്മുടെ യാച്ചേ കണ്ടൽക്കാട് വഴി പൊക്കോണ്ടിരിക്കും. ഇതങ്ങത്തൂല. ഇത് വഴി കാട്ടി വഴി തീർന്ന് കാട്ടി കയറ്റിയവൻ. വേണ്ടിയായിരുന്നല്ലേ? ആ ബാക്കിയോട് തൂങ്ങി കയറാൻ വല്ലതും പറ്റുന്ന കൊച്ചിന്റെ അടുത്ത് ജുഗ്രു വഴി അറിയാം. ഞാൻ കൊറേ മതിലായിട്ടുള്ള അവനെന്താ അറിയാവുന്ന ഡ്രൈവിങ് കേട്ടാ ഒന്നും പറയല്ല അതില്. തല കുത്തിയെ പൂഴി പണ്ണി കുത്തി നിന്നേ 5 മിനിറ്റ് തല. എടേ നമ്മൾ ഏതാ പ്രതാപമൊക്കെ? വാ ചോദിക്കാം, പെണ്ണ് ചോദിക്കാം ആദ്യം. ജുഗ്രുവിന് ഈ വീട്ടിലെ വഴികളൊക്കെ കാണാപ്പാടായിരിക്കും. നിനക്കെന്താ ഒരു നാണം? നിന്റെ ആൾക്കാരൊക്കെ വന്നല്ലോടാ. ചന്ദ്രു ഇത് MG3 അല്ലേ? ഇത് BC സെറ്റാ. ആ BC സെറ്റ് അല്ലേ? അതന്നെ ഇത് തന്നെ ആണോ? കേട്ടോ സ്വാഗിട്ടല്ലടാ. ഒന്ന് നീട്ടി വിസിലടിയാ ചന്ദ്രു. സ്വാഗിട്ടല്ല സ്വാഗ് വേണോ? സ്വാഗ് പിന്നെ ചന്ദ്ര ഇതൊക്കെ കണ്ടു കഴിഞ്ഞാ അവരെന്തോ വിചാരിക്കും? ചെറുക്കന്റെ ആൾക്കാര് നല്ല അടിക്കാരാന്ന് വിചാരിക്കത്തില്ലേ? ആ അതെ ഒരു പെണ്ണാണല്ലോ. നമ്മുടെ അനിയന ജുഗ്രു സിൽക്കാ ജുഗ്രുണ്ട്. അല്ല ചന്ദ്ര ഇന്നലെ ഇവര് ബ്രേക്കപ്പ് ആയിരുന്നു. എന്തിന്? അത്രയും നാട്ടാറ് മുമ്പ് വെച്ചിട്ട് എന്നിട്ട് ജുഗ്രുവിനെ അറിയത്തില്ല, ഇവിടെ അറിയത്തില്ല, എന്നിട്ട് തേച്ചു നാട്ടാറ് മുമ്പ് അങ്ങനെ ഫേസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവള് ബ്രേക്കപ്പ് പറഞ്ഞു. അതൊക്കെ ശരിയാക്കടാ നീ വാ.
എല്ലാം ശരിയാക്കാം വാ, സംസാരിച്ചേക്കാം വാ. ശരിയാക്കില്ലേ ചന്ദ്ര? ആ വാ. ആണല്ലോന്ന് വിചാരിച്ചോ. വാടാ നമുക്ക് അതോട്ട് അടക്കാം വാ. ആ എല്ലാരും വാ. അളിയാ സ്പീഡി ഓടിപ്പോല്ലേ, ഇച്ചിരി പെയ്യെ പോണം. പേര് മാറ്റിട്ട് ഇവന്മാരെ അടിച്ചിട്ട് പോയിരുന്നല്ലോ. ഇതാണ് ഒന്ന് പെയ്യെ പോയി, പെയ്യെ ഒരു സ്വാഗട് കുറച്ച് സാഗാവാ. പറഞ്ഞിട്ട് പോടാ ആശേ. അല്ല സ്വാഗ് ഏത് ഏതാ ഇടുന്നതെന്ന് പറയാം. സ്വാഗ് എന്ന് മാത്രം അടിച്ചാ മതിയാ? ഫസ്റ്റ് കിടക്കുന്നത് സ്വാഗർ 2 ആണ്. ഞാൻ മറ്റേ ശബരിമലയ്ക്ക് മറ്റേ പള്ളി കേട്ട് ശബരിമലയ്ക്ക് കല്ലും തള്ളിച്ചോക്കുന്നു. അങ്ങ് വരുമ്പോഴേ ആച്ചിനെന്താടാ ഇച്ചിരി ആട്ടം കൂടുതലുണ്ടല്ലോ എനിക്ക്. നിനക്കുണ്ട് ആഷിന്റെ ബാക്കിൽ ഷർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടോ സാവേജ് എന്ന്. സാവേജ് ആശയ ഡ്രസ് മാറ്റാൻ ആ ജാക്കറ്റ് കൊള്ളത്തില്ല. ഇവിടെ സകലമാന വണ്ടികളും നമ്മള് നടന്നു നമ്മളെ നമ്മൾ എത്ര കുറെ സമയം എടുക്കല്ലോടാ. MG3 ആണല്ലോ. അവര് ഗ്യാങ്സ് മാറിപ്പോയതാട്ടാ. മണ്ടത്ത് തിരിച്ചാണ് ഏത് ഇത് പഴയ ഗ്യാങ്സ്. ഓ അങ്ങനെ. പ്രൈമാണേ ട്രെയിൻ തെറ്റിപ്പോയല്ലോടാ. കല്യാണ പയ്യൻ പറഞ്ഞ കോലം കണ്ടില്ലേ അവന്? കല്യാണ പയ്യൻ പോയിരുന്നു കറക്റ്റ്. ഇവിടെ നേരെ മണിക്കൂർ എടുക്കില്ലേ ഇത്ര. കുറച്ച് 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 പെട്ടെന്ന് വാ. ഇരുന്ന് നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ അല്ല. എണീറ്റിരി സ്വാമി. പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടികടന്നെത്തുന്നു. ആ അപ്പൊ ആരാണ് ലീഡറാണോ അതോ നാഥൻ? ആ ഓക്കെ സാരല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു നിലപാട് ഇതില്? ഇപ്പൊ ഞാൻ ഇന്നലെയാണ് ഇത് അറിയുന്നത്. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. കല്യാണത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഞാനാണ് നിർത്തി ഏൽപ്പിച്ചത്. ഏതാ? ആ അതല്ലേ. ഷൗട്ട് ഇടാവോ? സൗണ്ട് ചന്ദ്രൻ ഒന്ന് എണ്ണിച്ചിട്ടിരിക്കുക. ഇത് കാലൊക്കെ കാണാനില്ലേ? പെട്ടെന്ന് തീരുമാനം. സ്നൈപ്പ് പെട്ടെന്ന് ഒരു തീരുമാനം പറഞ്ഞപ്പോ എനിക്കാവാനോടുള്ള ഇഷ്ടം കാരണം ഞാൻ അങ്ങ് സമ്മതിച്ചു. കൂൾ ഡ്രിങ്ക്സ് വല്ലോ തരും. അവിടെ ഫുഡ് ഞങ്ങള് ഇതുപോലെ ജുഗ്രു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഉടനെ കല്യാണം വേണ്ടെന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് ഇന്നലെ. അല്ലടാ സ്നൈപ്പേ, സ്നൈപ്പ് എന്തിയാടാ? കല്യാണമേ വേണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. കല്യാണം അവന് ഇപ്പൊ വേണ്ടെന്നുള്ള രീതിയിലാ കെല്ലി അവൻ പറയുന്നത്. അവനെ കുറച്ച് സമയം വേണം. ഇപ്പൊ ഞാനും വാസോണനൊക്കെ ഇങ്ങനെ നിക്കുവല്ലേ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു കാര്യം ആവാണ്ട് അവന് പെട്ടെന്ന് ഇതിലോട്ട് അത് നടക്കും. അല്ല അത് നമുക്ക് മുകളിൽ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് വരണം സിറ്റിയില്. അപ്പൊ അതൊക്കെ അവരായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചാലേ നമുക്ക് ഇതിലൊരു കാര്യത്ത് ഒരിത് ഒക്കെ പറ്റത്തുള്ളൂ. അതാണ് നമ്മള് ഈ ഫാമിലിനെ പറ്റി ഒന്ന് അറിയണം ഡീറ്റെയിൽ ആയിട്ട്. അല്ല ഞാനും പറയണെന്ന് പറഞ്ഞാൽ ഇവര് കുറച്ചുകൂടി മെച്യൂർഡ് ആയെങ്കിലേ, കുറച്ചുകൂടി മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് നടത്തുവാണെങ്കിൽ അത്ര നല്ലല്ലേ. ഇവർക്ക് പിള്ളേരല്ലേ ഇപ്പൊ. ഇത് 18 കഴിഞ്ഞേ ഉള്ളൂ നമ്മുടെ അവന് ജുഗ്രുവിന്. ജുഗ്രു 20ആണോടാ? ജുഗ്രു അത് ഫേക്ക് സർട്ടിഫിക്കറ്റ്. കുട്ടിക്ക് എത്ര വയസ്സായി?
അല്ല ഇവന് 18 ആയതേ ഉള്ളൂ. 18 ആവാൻ അത് 18 ആയതേ ഉള്ളൂ. എനിക്ക് 21 വയസ്സുണ്ട്. അതൊക്കെ ഇപ്പൊ ഒരു പ്രശ്നമുള്ള കേസാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഏജൊക്കെ ഇപ്പൊ ഒരു പ്രശ്നമല്ലല്ലോ കുട്ടി. അതെ. എന്താടാ സ്നേഹിപ്പ പറയുന്ന ഒരു വീട്ടിൽ കയറി നിന്നിട്ട് അയ്യോ അങ്ങനെയല്ല. അയ്യോ ജിഗുറിന്റെ 20 ഉണ്ടാ സർട്ടിഫിക്കറ്റ്? പക്ഷെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇല്ല 18 ചന്ദ്രൻ എനിക്കറിയാവുന്നില്ല 18. ആണോ? നിന്റെ ID കാർഡ് ഒന്ന് കാണിക്കാവോ? ID കാർഡൊക്കെ ഫേക്ക് ആണ്. ആണല്ലേ? പോലെ ഒരു കള്ള് കണ്ട ഞാൻ പറഞ്ഞിട്ടുള്ളേ പറയൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ല കെല്ലി വേറെന്തൊക്കെയാ പറഞ്ഞേക്കണവൻ? ക്ലിയർ ചെയ്യാം. കേക്കുന്നില്ല, ഷൗട്ട് ഇടാവോ? കേൾക്കുന്നുണ്ട്. അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ എപ്പോഴും പറയാറുണ്ട്. അത് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ സർവ്വനേരം? കള്ളാവ്. ഞാനില്ലാണ്ട് പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. ഓ അതുകൊണ്ടില്ലേ. ആ വേറെന്തൊക്കെ പറഞ്ഞ ജുഗുറു നീ? ഇഷ്ടം മാത്രമേ പറയാറുള്ളൂ. വേറെന്തെങ്കിലും വേറെന്തെങ്കിലും പറയാറുണ്ടോന്ന്? എവിടെ ഇടയ്ക്കിടെ ഞങ്ങൾ കഴിവതും ഞങ്ങളുടെ അടുത്ത് വരാറില്ല കെല്ലി. എവിടെ നോക്കിയാലും അത് ജുഗുറു അത് തന്നെ. ജുഗുറു അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് പറ്റത്തില്ല. മനസ്സിലായി. അത് മനസ്സിലായി. അത് ഇന്നലെ കല്യാണം കഴിക്കാൻ കൂടി പോയപ്പോഴേ മനസ്സിലായി. അല്ല ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ ഈ ഒരു ഏജിന്റെ കാര്യം അറിഞ്ഞപ്പോ എന്തെങ്കിലും അതിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇതിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല. കുട്ടിയെ കല്യാണം ഇന്നലെ എന്റെ ചേട്ടന്മാരും ഞാനും ആ വേദിയില് നാണം കെട്ട് ചന്ദ്രൻ ചേട്ടൻ പോയപ്പോ എന്തിനത് ഇന്നലെ കല്യാണം മുടങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നാണം കെട്ട്. എനിക്കത് ആലോചിക്കുമ്പോ വിഷമം വരുന്നു. എന്റെ ചേട്ടന്മാർ എന്റെ അടുത്ത് മിണ്ടുന്നില്ല, എന്റെ ഫ്രണ്ട്സ് മിണ്ടുന്നില്ല. ഓ ഞാൻ ആ പറയാതെ പെട്ടെന്നൊരു അപ്പൊ ചേട്ടന്മാരുടെ അടുത്ത് അല്ല അത് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു അതില്. കാരണം ഞാനാണത് നിർത്തിച്ചത്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ യവന് ഞങ്ങളുടെ അടുത്ത് പോലും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ അവൻ ജുഗുറു ഈ കാര്യങ്ങളൊന്നും. സ്റ്റാർട്ട് ചെയ്ത ഇത് പെട്ടെന്നുണ്ടായതൊരു ഇതല്ലേ കല്യാണം എന്നൊക്കെ പറയുമ്പോ വലിയ കാര്യമില്ലേ? അതും നമ്മുടെ കുടുംബത്തില് കെട്ടാച്ചരക്കുകളായിട്ട് കൊറേ ആൾക്കാർ നിക്കുമ്പോഴേ വലിയൊരു ചരക്കാണ് അതാണ് ഏറ്റവും ചെറിയ ബാലിനൊക്കെ മൂത്ത് എന്റെ മൂക്കൊന്ന് കാണിച്ചു കൊടുത്തടാ. മൂക്കിന്റെ അകത്തുള്ള അതാ നരച്ച്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് നമുക്കത് നിർത്തിവെക്കേണ്ടി വന്നതാണ് കേട്ടോ. നമുക്ക് നടത്തണേ, നമ്മൾ എപ്പോഴും നടത്തും. പക്ഷെ നമ്മൾ ഇച്ചിരി വലുതായിട്ട് കുറച്ചുകൂടി ഇതായിട്ട് നടത്താനുള്ള പ്ലാനാണ് നമുക്ക്. അപ്പൊ ഇവൻ എനിക്ക് കെട്ടിച്ചേരോ നിങ്ങള്? കെട്ടിച്ചേരാം. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവന് കുറച്ച് ടൈം വേണമെന്നാണ്. അവൻ ഒരേ നിർബന്ധം വാസുവണ്ണനും അണ്ണൂന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ഇത് നടത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇന്നലെ സംസാരിച്ചപ്പോഴേ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൻ എനിക്ക് കെട്ടാൻ പറ്റുമോ? ഉറപ്പായിട്ടും. പിന്നെന്ത്, നമ്മളൊരിക്കലും എതിരല്ല, നമ്മളെതിരല്ല. സമ്മതിച്ചില്ലെങ്കിൽ അത് ജുഗ്രുവിന്റെ തീരുമാനം പോലെ ഇരിക്കും. ജുഗ്രു എന്ത് ചെയ്യോടാ വാസവണ സമ്മതിച്ചില്ലെങ്കിൽ? എനിക്ക് നിങ്ങളെ ജീവിതം അതെ നമുക്ക് സംസാരിക്കാല്ലോ. അല്ല ഇവിടെ ഇപ്പൊ എന്താ ഞാൻ കേട്ടില്ല. ഇവിടെ എന്താ ഗുരുവിന് നിങ്ങളാ വലുതെന്ന്. അപ്പൊ പിന്നെ കല്യാണം മുടങ്ങി രണ്ടാമത്. അതെ അതിപ്പോ കെല്ലിയോട് കെല്ലിക്ക് ആരാ വലുത്? കെല്ലിക്ക് ഗുരു വലുതായോണ്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നമുക്ക് അങ്ങനൊന്നും വലിയ ഫുഡ് കിട്ടിയായിരുന്നു? കിട്ടില്ല ചേട്ടന്മാർക്ക് എന്റെ സന്തോഷമാ വലുത്. ഇവിടെ സന്തോഷം. അല്ല നമുക്കും ജുഗ്രുവിന്റെ ഇതാണ് വലുത്. അല്ല ഞാൻ പറഞ്ഞ വാസവണൊന്നും ഒരിക്കലും അങ്ങനെ പറയത്തില്ല. പക്ഷെ അല്ല ഞാൻ ജുഗ്രു ഇങ്ങനെ വന്നേടാ. ചന്ദ്ര ടൈപ്പ് തന്നെ കേട്ടോ. അവൻ എന്നെ സമാധാനിപ്പിച്ച് പറയാതെ. അതല്ല ജുഗ്രു, നിനക്ക് ഇതിപ്പം നീ ഇന്നലെ പറഞ്ഞില്ല നിനക്ക് കുറച്ച് ടൈം വേണമെന്ന്. നിനക്കിപ്പം കല്യാണം നടത്തണമെന്നുണ്ടാ? ഇല്ലില്ല ടൈം കുറച്ച്, കാരണം കുറച്ചുകൂടി അങ്ങോട്ട് കുറച്ചുകൂടിയേ ടൈം എടുത്ത് ഇവരൊന്ന് ഡേറ്റ് ഒക്കെ ചെയ്തതിനു ശേഷം ഒന്ന്. ഡേറ്റ് നടന്നിട്ടില്ല ഇതുവരെ? നീ സർവ്വനേരവും ഞങ്ങള് അവന് വളരാനൊരു സമയം കൊടുക്കണ്ടേ? ചെറുക്കൻ വളർന്നു വരുന്നേ. അല്ല അവൻ വളരുമ്പോഴേക്ക് നമ്മളെ പെങ്ങള് നോക്കില്ലേ? ശരിയാ. ഇപ്പൊ 21 വയസ്സായി. അല്ല വയസ്സുണ്ട്. 20 ഉള്ളു. കെല്ലിക്ക് ഇപ്പൊ ഉടനെ നടത്തണമെന്നാണ്.
ഇതൊന്ന് അടച്ചു വെക്കൂ. അല്ല ഉടനെ നടത്തണമെന്നില്ല, പക്ഷെ എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല, എനിക്ക് അവനെ വേണം. ഇരിക്കട്ടെ, ഒരു നമ്മുടെ പ്രൗഢി നിങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് അതിനൊരു തീരുമാനം പറയണം. ആണല്ലേ? ഓക്കെ, എന്തായാലും ഇന്ന് ഞങ്ങളുടെ അണ്ണൻ വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ അണ്ണൻ വന്നില്ല ഇന്ന്. സോ നാളെ എന്തായാലും കൺഫേം ആണ്, നാളെ എന്തായാലും സിറ്റിയിൽ ഉണ്ടാവും. സോ നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു നിങ്ങളുടെ ഫാമിലി അങ്ങോട്ട് വരാവോ? നമുക്ക് സംസാരിക്കാം. കുറച്ച് പഴവർഗ്ഗങ്ങളും അതോടി പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. സെറ്റാക്കാം നാളത്തേക്ക്. ഞങ്ങൾ വരാം. അപ്പൊ ഞങ്ങളത് വന്ന് പറയണല്ലോ. അപ്പൊ ഇത് ഇന്നലെ ഞങ്ങൾ കുറെ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് എല്ലാരും ഇട്ട് വാ. നിങ്ങള് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാം. ഒരു 10-10:30 ആ ഒരു ടൈം. ഓക്കെ വരാലോ, കുഴപ്പമില്ല. ഓക്കെ അപ്പൊ നീ ഒന്ന് മാർക്കറ്റിൽ പോയി ഒന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ അപ്പൊ എല്ലാരും വരുമായിരിക്കുമല്ലോ അല്ലേ നാളെ? അങ്ങനെ അധികം വരാറില്ല. ഓക്കെ, അപ്പൊ അത്ര വേറെ എന്തെങ്കിലും പറയണ്ട നിങ്ങക്ക്? എന്തേലും പറയാനില്ല. ഓക്കെ ഇവിടെ കണ്ടിട്ട് വാടാ സാർ കഴി സാമി വാ, വീടൊക്കെ കണ്ടിട്ടോ. രാജമാണിക്യം എടാ ഇങ്ങനെ ഇറങ്ങി പോടാ സിറ്റിന്ന്. എടാ പോടാ. ഹലോ വരൂ. ഒരു സെക്കൻഡ്. ബോക്സ് നിന്റെ റൂം ഏതാടാ ഇത് ഇവിടെ? ഹലോ ഇതാണ് ലീഡർ ഇതാണല്ലേ? ഓ പേരെന്തായിരുന്നു? ജോഷിയാ? ജംഷി. ഓക്കെ. മറ്റേത് കോ-ലീഡറാണ്. ഓ ഒരാള് മാർക്കോ, ഇത് ഞാൻ. ഓക്കെ മനസ്സിലായി. ഇത് കോ-ലീഡേഴ്സിന്റെ റൂമാണ്. ഓക്കെ ഇതെന്റെ റൂം. ഇത് വേറെ കോ-ലീഡറിന്റെ റൂമാണ്. ഓക്കെ മാർക്കോ. കൊള്ളാം. റൂമിലെ ഫോട്ടോ ഒക്കെ ചെയ്യണം. കൊള്ളാം, നൈസ്. അല്ലടാ നമ്മുടെ റൂമിൽ ഇത്ര സൗകര്യം ഇല്ലാട്ടാ. ചന്ദ്രബോസ് നമ്മള് പരിചയപ്പെട്ട അവർക്കെന്താ ഇടയ്ക്ക് ബീച്ച് വെച്ച് രാജമാണിക്ക. എന്തായാലും ഇവിടെ നടക്കാറില്ല. ഓ ഹോളിഡേസിന് മാത്രം റൂമുള്ളൂ? ഇതൊക്കെ മെമ്പേഴ്സിന്റെ റൂമാണോ? ഇത് കോ-ലീഡർ. എത്ര ഹോളിഡേസ് ഉണ്ട് നിങ്ങക്ക്? 3 കോ-ലീഡേഴ്സ്. ഇത് കോ-ലീഡേഴ്സിന്റെ മാത്രമേ ഇവിടെ റൂമുള്ളൂ? ബാക്കി അപ്പുറത്താണോ ബാക്കി മെമ്പേഴ്സിന്റെ? ഇത് സ്റ്റോറേജ്. കാശിരിപ്പണ്ടല്ലേ? 2 കെട്ടെടുക്കട്ടെ? നല്ല ശ്രീധനം കിട്ടുമല്ലടാ ജഗറു. ഇതിനെ കെട്ടിക്കണേ ശ്രീധരൻ തന്നല്ലേ പറ്റൂ. കണ്ണ് മഞ്ഞളിച്ചോടാ. അല്ല ജുഗുറു അന്ന് കെല്ലിയെടുത്ത കണ്ട് പറഞ്ഞത് ശ്രീധരൻ വേണ്ട, കെല്ലിയെ മതിയെന്നാ. കെല്ലിയാണ് എന്റെ ശ്രീധരൻ എന്നാ കണ്ടാ പറഞ്ഞ. അങ്ങനല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. കെല്ലി അങ്ങനെ പറഞ്ഞില്ല. ശ്രീധരൻ വേണം ഇപ്പൊ. ഹലോ ആശയാ? ഉണ്ട്. ഇതാരാ?
ഞാൻ മാധവൻ എന്റെ ഫോൺ നഷ്ടപ്പെട്ടെ, അപ്പൊ ആഷിന്റെ നമ്പർ പോയായിരുന്നേ, അത് ചോദിക്കാനായിരുന്നു. മാധവനാ? ആ ഞാൻ വിളിക്കാൻ പറ. ആ എടാ മാധവ, ആശേ നിന്റെ അടുത്ത് ഏതോ മാധവൻ വിളിക്കാൻ പറഞ്ഞ്. മാധവൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ? അല്ല താഴെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ. ഇതൊന്നും പറ്റില്ല. എന്താ ഇവിടെ? അല്ല നമ്മളൊരു കച്ചവടം അല്ല നമ്മള് മാരേജിന്റെ കാര്യം. ആ. വീടൊക്കെ കൊള്ളാല, കാശ് കിട്ടുമല്ലോടാപ്പാ. ഇതവരുടെ മീറ്റിംഗ് റൂം. ഓക്കെ. ആഹാ, മീറ്റിംഗ് റൂം. ഇത് അവരുടെ CCTV ഗെയിമിംഗ് PC ആടേ. ഓക്കെ. ആ അമ്പടാ ജിഞ്ചിൻ ചാക്കടി, അത് കൊള്ളാം കേട്ടാ. ഇത് അവരുടെ വിശ്രമ സ്ഥലം, അവിടെ ഹെലികോപ്റ്റർ. ഓക്കെ, നമ്മുടെ ബോട്ടുണ്ടോ അവിടെ? ഒന്നും പറ്റില്ല, തലയൊന്നും ഒടിഞ്ഞ്. ഡാർക്ക് ചാറ്റ് ആപ്പിനകത്ത് എന്തൊക്കെ മെസ്സേജ് കിടപ്പുണ്ടല്ലോടാ. സാർക്ക് എന്താ വെടിയിക്കണേ? ആ ഇവിടുന്ന് വെടി വെച്ചാൽ അകത്തോട്ട് കൊള്ളുമെന്ന് നോക്കിയതാ. എന്തിന്? അല്ല ഒരു safety precaution. ഇത് ബ്രോങ്കോ അല്ലേ? കൊഞ്ഞനെ കുത്തി കാണിച്ചാലേ നമ്മൾ അടിക്കുമ്പോ കൊണ്ടില്ല. എന്താ പറയാ, ഇത് ഏത് വണ്ടിയാ? ഇത് കണ്ടൂടെ എന്തൊരു സിറ്റിയിലെ വണ്ടിയാണോ? നോക്കട്ടെ. സിറ്റിയിലെ ഏത് വണ്ടിയാ ഇത്? കൊള്ളാലോ. ഇത് വേറെ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വണ്ടി വന്നിട്ടുണ്ട്, അവിടെ ഉള്ളതുണ്ട്. ആരെങ്കിലും ചാവോ നോക്കട്ടെ. നിന്റെ ഷോക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഒന്ന് ഇടിക്കും എന്തിനും, ഒന്ന് ഇടിക്കും, ഒന്ന് ഇടിച്ചു നോക്കട്ടെ. പിന്നെ ഹലോ, അല്ല സ്നേഹിപ്പ ചോദിക്കാണോ ചോദിക്കടാ. എന്താ ചോദിക്കേ? ചോദിച്ചാ അല്ല എല്ലാരും നിക്കുമ്പോ ചോദിക്കാൻ പറ്റുന്നതാണോ സ്നേഹിപ്പ ഇതൊക്കെ? എന്തോ പല. അല്ല ചന്ദ്ര, നമ്മള് കല്യാണമൊക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെ അത് നാളെ സംസാരിച്ച അല്ല ചന്ദ്ര, ഇതല്ല അതിനെ പറ്റിയല്ല ചന്ദ്ര, അത് പ്രൈവറ്റ് ആയിട്ട് ചോദിക്കാൻ മതി കാര്യമായിരുന്നു. അല്ല ആ പ്രൈവറ്റ് അല്ല. നിങ്ങക്ക് വേറെ പെങ്ങന്മാരെല്ലാം ഉണ്ടോ? ലയിച്ചു പോയി. അയ്യോ അതൊന്നുമല്ല, അയ്യോ എന്റെ ചന്ദ്ര കൊച്ചിനെ കണ്ടിട്ട് പോലും ഇല്ല സത്യം. ഇല്ല ചന്ദ്ര, പിന്നെ നമ്മൾ നാളെ സംസാരിക്കണം, നാളെ പറയാതെ. ഇങ്ങോട്ട് കാര്യം പറയാ. ഒരു കല്യാണത്തിന് പെണ്ണ് കാണാൻ വന്നതല്ലേ ശരിക്കും, അപ്പൊ എന്ത് കൊടുക്കുമെന്ന് ചോദിക്കുവായിരുന്നു ചന്ദ്ര. ഇപ്പോഴേ പറഞ്ഞ് ശരിയാക്കിയല്ലേ, നാളെ ഇനിയിപ്പോ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഇവർക്ക് തരാൻ പറ്റില്ല. നാളെ ഉറപ്പിക്കാൻ നമുക്ക് ഡീൽ ചെയ്ത് ഗാംഗിൽ അമ്മാവന്മാരായിട്ട് നിക്കുന്ന നമ്മൾ. നമുക്ക് ഡീൽ ചെയ്യാം, നമുക്ക് ബാക്ക് സ്റ്റേജിൽ ഡീൽ ചെയ്യാം. കണ്ടമാനം കാശുള്ള കുടുംബമാണെന്ന് തോന്നുന്നു, മേടിക്കാടാ പറയാ. സ്ത്രീധനായിട്ട് ഈ ഗ്യാങ്ങിലുള്ള ഏതോ ഒരു കണ്ടുപിടി കയ്യിലാണ് ഈ 916 എന്ന് പറയുന്ന ഫോൺ നമ്പർ, അതൊന്ന് സ്ത്രീധനായിട്ട് വാങ്ങിച്ച് എന്റെ പേരിലാക്കി തരാൻ പറ്റുമോ? ഊതി കൊള്ളാടാ, ഊതി കൊള്ളാം.
കൂതി അവന്റെ കൂതി കൊള്ളാതെ എന്താ സർക്കട ബാക്ക് പറയുന്നത് എന്തിനാ? കൂതി കൊള്ളാടാ കൂതി എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. സ്വാമിയേ ശരണമയ്യപ്പ. ആ ഓക്കെ, അപ്പൊ നമ്മളെന്നാ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഓക്കെ, ഈ വണ്ടി ഒന്ന് എടുത്തോട്ടെ സാർക്ക്. എടാ നിങ്ങൾ ആ യാച്ചിലല്ലേ വരത്തുള്ളൂ. ശ്രീധരൻ എന്തോ ചോദിച്ചു തുടങ്ങിയോ? എന്തിനാ ഇതൊക്കെ? അതെ, അപ്പൊ നാളെ കാണാം. ഞങ്ങൾ എന്നാ അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ, ശരി ശരി. ആരിൽ വരുന്നുണ്ടാ? എടാ വേറെ ആരിൽ വരുന്നുണ്ട്? എന്റെ കൂടെ വരുന്നുണ്ടാ? യാച്ചിലാണോ നിങ്ങൾ വരുന്നത്? എന്റെ കൂടെ ആരിൽ വരുന്നുണ്ടാ? ആ വരുന്നാ? വാ, carry അടി അതിനടുത്തിട്ട്. എന്നാ കേറിയടി, എല്ലാരും കേറിയടിച്ച് വലിച്ചു കയറ്റി. ക്യാരി അടിക്കാൻ പറഞ്ഞത് കേറിയിരിക്കണം അവൻ. സംസാരിക്കാൻ വേണ്ടിട്ട് കേറ്. അവര് റൂമില് മേളില് കാണും. റൂം കണ്ടോണ്ട് അല്ല റൂം കാണാൻ കയറിയിരിക്കുന്നത് മുകളില്. ജുഗുറു കെല്ലിയായിട്ട് റൂമിൽ കയറി. ഇപ്പൊ കണ്ടു ജുഗുറു സാർ കുറച്ച് കയറ്റേ അവനെ. ചന്ദ്ര ഇത്രക്കായ സ്ഥിതിക്ക് മോബി എന്തോ പറയണ്ടേ? ഡെയ്സിന്റെ കുടുംബക്കാരെ വിളിച്ചാലോ? ആ അത് എല്ലാം നടന്നു. ഡെയ്സി ആരാ? ആ ഡെയ്സി മോബി. അതെ 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 അതെ. നാളെ ഒരു വമ്പൻ മീറ്റിംഗ് തന്നെ ആയിരിക്കും കേട്ടാ. പിന്നെ അടിപൊളി മീറ്റിംഗ് ആയിരിക്കുമല്ലോ നാളെ. നമ്മളെ കുടുംബത്തിന് ഇത് രണ്ടാമത്തെ മീറ്റിംഗ് എന്താണ്? എല്ലാം ആദ്യം വാസുവിന്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ ആരോ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആരുടെ അന്ന് വന്ന് SRK നമ്മുടെ പഴയ വാസുവിന്റെ എക്സില് വൺ ഓഫ് ദ എക്സ് ആരായിരുന്നു? എനിക്ക് മുന്നേ ഉള്ള കൺമണി ഇല്ല, അതിന്റെ മുന്നേ എത്ര ഉണ്ടായിരുന്നു? കൊറേ ഉണ്ടായിരുന്നടാ. ആ കുക്കുവിന്റെ കുടുംബം, കുക്കും കുടുംബമൊക്കെ വന്നായിരുന്നു ഫുള്ള്. ആണല്ലേ? ഇത് കഴിഞ്ഞു ചന്ദ്രു. വണ്ടി പവറിലാട്ടാ.